നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ പറയാറുണ്ട് നമ്മുടെ ഒരു 80% പ്രശ്നങ്ങൾ പണം ഉണ്ടെങ്കിൽ തീരുമെന്ന്. ഇന്നത്തെ കാലഘട്ടത്തിലെ ജീവിത സാഹചര്യങ്ങൾക്ക് അതൊരു പരിധി വരെ ശരിയുമാണ്. അതുപോലെ തന്നെയാണ് ഈ ഭാവം കൊണ്ടാണ് ഒരാളുടെ വിദ്യ, അയാളുടെ അറിവുകൾ ഒക്കെ തീരുമാനിക്കുന്നത്. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം നമ്മൾ കുട്ടിക്കാലം മുതലേ കേട്ട് ശീലിച്ചിട്ടുള്ളൊരു കാര്യമാണ്. വിദ്യയാണ്, അറിവാണ് സർവ്വധനത്തിലും പ്രധാനം. അത് പറയാൻ കാരണം എന്ന് പറയുന്നത്, നമുക്ക് എത്രത്തോളം അറിവുണ്ടോ ആ അറിവ് നമ്മുടെ ഉള്ളിലേക്ക് അനുഭവമായി മാറുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ക്വാളിറ്റിയിൽ, നമ്മുടെ ക്യാരക്ടറിൽ അത് സ്വാധീനിക്കും. ബിഹേവിയറിൽ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ വേറെയാണ്. അത് സാമൂഹിക അവസ്ഥകൾക്കനുസരിച്ച് നമ്മുടെ ഒരു റെസ്പോൺസാണ്. അതല്ല, ഇന്നത്തെ കാലത്ത് നമ്മൾ അറിവ് എന്ന് പറയുന്നത് ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻട്രി ടിക്കറ്റ് പോലെയാണ്. അതല്ല അറിവ്. അപ്പം ഏതൊക്കെ ഗ്രഹങ്ങളാണ്, എന്തൊക്കെ സൂചനകളാണ് നൽകുന്നതെന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഒരു ജാതകത്തിലെ 2ാം ഭാവം സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ. ഒന്ന്, വാഗ്ഭാവമാണ്, വാക്സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനത്തെ സരസ്വതീ സ്ഥാനം എന്ന് പറയും. വാക്ക് പിഴച്ചാലെല്ലാം പോയി, അല്ലേ? വാക്കിന് ഒരുപാട് സ്വാധീനിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് സംസാരം. നമ്മുടെ രുചി 2ാം ഭാവമാണ്. ധനസ്ഥാനം 2ാം ഭാവമാണ്. പിന്നെന്താ? കുടുംബം, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ കുടുംബം, നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ കുടുംബം 2ാം ഭാവമാണ്. നമ്മുടെ FD, നിധി, ഇതെല്ലാം 2ാം ഭാവമാണ്. അപ്പം നമുക്ക് ഈ ഭാവത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഈ ഭാവം കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഫിഷ്യൻസി ഓഫ് ഓൾ സെൻസ് ഓർഗൻസ്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ എഫിഷ്യൻസിയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് ഈ ഭാവം കൊണ്ടാണ്. കാരണം നമുക്ക് അറിവുകൾ, വിദ്യ, നമ്മുടെ അറിവുകളെല്ലാം ശരിക്കും ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? സൈറ്റ്, ഹിയറിങ്, സ്മെൽ, ടച്ച് ആൻഡ് ടേസ്റ്റ്. ഈ 5 കാര്യങ്ങൾ, നമ്മുടെ കാഴ്ച, മണക്കുന്നത്, നമ്മുടെ നാവിൻ്റെ രുചി, നമ്മുടെ ചെവി, നമ്മുടെ ത്വക്കിൻ്റെ സ്പർശങ്ങൾ ഉൾപ്പെടെയുള്ള 5 കാര്യങ്ങൾ ആണ് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് സർവ്വ അറിവുകളും കൊണ്ടുതരുന്നത്. അപ്പോൾ അതൊരു വിദ്യയാണ്. നമ്മൾ പഠിക്കുന്നതെല്ലാം അത് അവിടുന്ന് കൊണ്ടുതരുന്നത്. അതുകൊണ്ട് തന്നെ 5 ഇന്ദ്രിയങ്ങളുടെയും എഫിഷ്യൻസി തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഭാവം കൊണ്ടാണ്. ഭർത്തവ്യമഖിലം വിത്തം വാണി ചക്ഷുശ്ച ദക്ഷിണം എന്നൊരു പ്രമാണമുണ്ട്. അതായത് വലത്തേ കണ്ണ്, നമ്മുടെ നാവ്, അതേപോലെ നമ്മുടെ അറിവ്, നമ്മുടെ സാമ്പത്തിക സ്ഥിതി, ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അപ്പം ധനത്തിനുള്ള വരവ്, ധനത്തിൻ്റെ ഉപയോഗങ്ങൾ, വിദ്യാഭ്യാസം കൊണ്ടുള്ള നമ്മുടെ നേട്ടങ്ങൾ, നമ്മളുടെ നാവ്, ഇതെല്ലാം. ചിലരുടെയൊക്കെ സംസാരം കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും. ഇപ്പോൾ ശുഭഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് വ്യാഴമൊക്കെ 2ാം ഭാവത്തിൽ നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാഗ്ഭാവം, അവരുടെ സംസാരത്തിൽ നമ്മൾ വീണുപോകും. അതേപോലെ തന്നെ ശുഭഗ്രഹങ്ങൾ, ബുധനൊക്കെ 2ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. നമ്മൾ അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ സംസാരത്തിൽ നമ്മൾ വീണുപോകും. എന്ന് വിചാരിച്ചിട്ട് ഈ സംസാരം നന്നായി എന്ന് വിചാരിച്ചുകൊണ്ട് അവരൊരിക്കലും മനസ്സുകൊണ്ട് അത്രയും ആ പറയുന്നത് പോലെ ആയിരിക്കണം അവരുടെ മനസ്സെന്നില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ വേറെ ഭാവമുണ്ട്. അത് 5ാം ഭാവവും മറ്റു പല കാര്യങ്ങളെയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ 2ാം ഭാവം കൊണ്ടാണ് നമ്മുടെ FD, അതുപോലെ തന്നെ നമ്മുടെ സേവിങ്സ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ പോലുള്ള കാര്യങ്ങൾ,
അതേപോലെ ഈ പോസ്റ്റ് ഓഫീസ് അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ നിധി പോലെ തിരിച്ച് അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ. എന്നാൽ നമ്മൾ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യില്ലേ, അതായത് നമുക്കൊരു ഉറപ്പില്ലാത്ത ഗ്യാംബ്ലിങ് പോലുള്ള കാര്യങ്ങൾ, അതൊന്നും ഈ ഭാവം കൊണ്ടല്ല, അത് വേറൊരു ഭാവം കൊണ്ട്. ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ രണ്ടാം ഭാവം കൊണ്ടാണ് ഒരാളുടെ സ്പീച്ച് അട്രാക്ഷൻ, അതുപോലെ തന്നെ ഫേസ് അട്രാക്ഷൻ, അതേപോലെ തന്നെ ഫേസ് വാല്യൂ. നമ്മളിങ്ങനെ പറയത്തില്ലേ, സൗന്ദര്യമല്ല കേട്ടോ, സൗന്ദര്യം വേറെയാണ്. ചില ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ പറയത്തില്ല ഭയങ്കര ഐശ്വര്യമാണ്, അല്ലെങ്കിൽ ഒരു അടുപ്പം തോന്നും, അല്ലെങ്കിൽ ആ ഒരു കണ്ണൊന്ന് വെച്ചാൽ നമ്മളൊന്നുകൂടെ ഒന്ന് നോക്കും. ഈ ഭാവത്തിൻ്റെ കാരകൻ വ്യാഴമാണ്. അപ്പോൾ ഒരു ദൈവീകത, ഒരു ജീവൻ ഫീൽ ചെയ്യും ഈ രണ്ടാം ഭാവത്തിന് ബലമുണ്ടായാൽ. കവിള്, മുഖം, കണ്ണുകൾ, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു, പ്രത്യേകിച്ച് വലത്ത് കണ്ണ്, എന്നാൽ പോലും മുഖത്തിൻ്റെ മൊത്തത്തിലെ ഒരു സൗന്ദര്യം, അയാളുടെ സംസാര രീതി, ഇതെല്ലാം തന്നെ പൊതുവിൽ രണ്ടാം ഭാവം കൊണ്ടാണ്. സൗന്ദര്യം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഈ എലഗൻ്റായിട്ട് നടക്കുക എന്നുള്ളതല്ല, അത് ശുക്രനാണ്. അത് വേറെ പല കാര്യങ്ങളും കൂടെ ചേർന്നിട്ടാണ് അത് വരുന്നത്. ഓഷോയെ പോലുള്ളവരുടെയൊക്കെ മുഖം കാണുമ്പം, ചില സന്യാസിമാരുടെയൊക്കെ മുഖം കാണുമ്പം, ചില സ്പിരിച്വലായിട്ടുള്ള ചില ആൾക്കാരുടെ മുഖം കാണുമ്പം, ചില നല്ല മനുഷ്യരുടെയൊക്കെ മുഖം കാണുമ്പോൾ നമുക്കൊരു ദൈവീകത ഫീൽ ചെയ്യില്ലേ, ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും, ഒരു ദൈവീകത ഫീൽ ചെയ്യും. അതും ഈ ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. പൊതുവിൽ വാക്ക്, ധനം, സ്വന്തമായുള്ള കുടുംബം, സ്വന്തമായി വെക്കുന്ന വീട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം രണ്ടാം ഭാവമാണ്. വിദ്യാഭാവമാണ്. കുഞ്ഞുങ്ങളൊക്കെ ഈ ഭാവവുമായിട്ട്, ഇപ്പോൾ കുട്ടികളുടെയൊക്കെ ഹോറോസ്കോപ്പാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഭാവം നന്നായിട്ട് മനസ്സിലാക്കണം. വാഗ്ഭാവമാണ്, സരസ്വതീ ഭാവമാണ്. ഈ ഭാവത്തിൻ്റെ ബലം നമ്മൾ മനസ്സിലാക്കുന്നത് ഭാവം, ഭാവാധിപൻ, കാരകഗ്രഹം, കാരഗ്രഹമാണ് വ്യാഴമാണ്. അതുപോലെ തന്നെ ഏത് രാശിയാന്ന് നോക്കണം, രാശിയുടെ സ്വരൂപം അതിൻ്റെ ഇത്, അതേപോലെ തന്നെ ഇതിൻ്റെ സ്ഫുടം വീണിരിക്കുന്നത് ഏത് നക്ഷത്രത്തിലാണെന്ന് നോക്കണം, നക്ഷത്രാധിപൻ്റെ ബലം നോക്കണം, അതുപോലെ തന്നെ നവാംശകം ഏത് രാശിയിലാണ് വീണിരിക്കുന്നതെന്ന് നോക്കണം, ഭാവാധിപൻ്റെ നവാംശകം ഏത് രാശിയിലാണ് വീണിരിക്കുന്നതെന്ന് നോക്കണം, ഈ ഗ്രഹത്തിൻ്റെ പൊതുവെയുള്ള ഷഡ്ബലം നോക്കണം, അതുപോലെ തന്നെ ഈ ഭാവാധിപൻ പോയി നിൽക്കുന്ന രാശിയിലുള്ള അഷ്ടവർഗ ബലം നോക്കണം. അങ്ങനെ പല കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തും. ഈ വ്യക്തിക്ക് അയാളുടെ സ്പിരിച്വൽ ക്വാളിറ്റീസ് എത്ര ഉണ്ട്, അല്ലെങ്കിൽ അയാൾ ഇമോഷണൽ ക്വാളിറ്റീസ് എത്രത്തോളമുണ്ട്, അയാളുടെ സംസാരവും മനസ്സും തമ്മിലുള്ള ബന്ധം എത്രത്തോളം കറക്റ്റാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഹാർമണൈസ് ചെയ്ത് കിടക്കുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ രണ്ടാം ഭാവത്തെക്കുറിച്ചുള്ള സൂചനകൾ ബേസിക്കായിട്ട് ഇത്രയൊക്കെയാണ്. പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തും ഒരുപാട് പുസ്തകങ്ങളുണ്ട്, പുസ്തകങ്ങളൊക്കെ മേടിച്ചും ഈ ഭാവത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും, സമുദ്രത്തിനുള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആഴം കൂടിക്കൂടി വരും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം. അപ്പോൾ കിട്ടാവുന്ന അറിവുകളെല്ലാം സമ്പാദിച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്ത് അനുഭവത്തിലൂടെ മുന്നോട്ട് പോവുക. ഉറപ്പായിട്ട് ജ്യോതിഷം പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്താ പറയുക, ഒരാളുടെ ജാതകം എടുത്ത് നമുക്കറിയാവുന്ന വ്യക്തികളോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ജാതകം കണ്ടുള്ള അറിവ് വെച്ചിട്ട് നമുക്കറിയാവുന്ന വ്യക്തികളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ള, അറിയാവുന്ന വ്യക്തികൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നവരാണെന്ന് ഭാവിയിൽ തിരിച്ചറിഞ്ഞാൽ അവരെന്തുകൊണ്ടത് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവും. ഒരുപാട് ലെസൺസ് കിട്ടും. അറിയാവുന്ന വ്യക്തികളുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അപ്പം പഠിക്കാൻ അങ്ങനെ തന്നെ ചെയ്യണം. കേസ് സ്റ്റഡീസാണ് ഏറ്റവും നല്ലത് ജ്യോതിഷം പഠിക്കാൻ. അപ്പം നമുക്ക് അടുത്ത ഭാവം, അറിയാവുന്ന വ്യക്തികളുടെ ചിന്താരീതികൾ ആരംഭിക്കുന്നത് തൊട്ടടുത്ത ഭാവത്തിൽ നിന്നുമാണ്. അവരുടെ മനസ്സിൻ്റെ ആരംഭം, അവരുടെ സ്വഭാവത്തിൻ്റെ, ക്യാരക്ടറിൻ്റെ ആരംഭം തൊട്ടടുത്ത ഭാവമായിട്ടുള്ള മൂന്നാം ഭാവം കൊണ്ട് മനസ്സിലാക്കണം. അപ്പോൾ അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.